ഡൽഹിയിൽ നിന്ന് 53 കിലോമീറ്റർ അകലെ ഹരിയാനയിലാണ്. നമ്മുടെ വൈകുന്നേരത്തെ ഇന്നത്തെ അത്താഴം 6 മണിക്ക് സമാപിക്കുകയാണ്. ഇവിടെ തണുപ്പുള്ള സ്ഥലമാണ്. 50 കിലോമീറ്റർ തണുപ്പാകും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഡൽഹി പാനിപ്പത്ത് റോഡ് വില്ലേജ് സോണിപ്പട്ട് ഹരിയാനയാണ് നിൽക്കുന്നത്. അതായത് ഡൽഹിയിൽ നിന്ന് 53 കിലോമീറ്റർ അകലെയാണ് ഡൽഹി കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഡൽഹിയിലേക്ക് 53 ഉണ്ട്. സോണിപ്പട്ട് 12 കിലോമീറ്റർ, മുർത്താൽ 5 കിലോമീറ്റർ. ഈ നാഷണൽ പെർമിറ്റുകളെല്ലാം ഇവിടെ കിടക്കുന്നത് കണ്ടോ. ഏറ്റവും കൂടുതൽ നാഷണൽ പെർമിറ്റ് കിടക്കുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുമെന്ന് നമ്മൾക്ക് അറിയാം. ഏറ്റവും കൂടുതൽ നാഷണൽ പെർമിറ്റ് കിടക്കുന്ന ഈ സ്ഥലത്താണ് നമ്മുടെ വാഹനം ഒതുക്കിയിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിച്ച ആ ഹോട്ടലിലേക്ക് പോവുകയാണ്. ആ ഹോട്ടലിൻ്റെ പേരാണ് പഞ്ചാബി ഹരിയാന ദബ്ബ. സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. ഹിമാചൽ പഞ്ചാബ് ഹരിയാന ദബ്ബ എന്നാണ് ആ ദബ്ബയുടെ പേര്. ദബ്ബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾക്ക് ഇവിടെ പറയുന്ന പേരാണ്. റോഡ് സൈഡിലുള്ളതാണ്. ഇത്രയും വാഹനങ്ങൾ നിരനിരയെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം മനോഹര ഭക്ഷണമാണ്. നമുക്ക് ആ ഹോട്ടലിനെ കുറിച്ച് ആ ഹോട്ടലിൻ്റെ വീഡിയോ ഒന്നെടുക്കാം. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ മകൾ പറഞ്ഞു പോരെ. ഈ വലിയ ഈ വെജിറ്റേറിയൻ എല്ലാം കിട്ടുന്ന ഈ ഹോട്ടലിൻ്റെ സമീപത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അവരുടെ ഓഫീസാണിത്. ബാത്റൂമുകളും കക്കൂസുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. തണുത്ത വെള്ളമാണ്. ഞാൻ കണ്ട പനിഹേ തണുത്ത വെള്ളമാണ്. കിങ് ഫിഷറിൻ്റെ തണുത്ത പാനി. 1 പാക്കറ്റ് 60 का മിനി ഗോൾഡ്. 2 പാക്കറ്റ് വെള്ളം ഞങ്ങൾ വാങ്ങിച്ചു. കേരളത്തിലെ പോലെ തന്നെ മിനി ഗോൾഡിന് ഇവിടെയും 60 രൂപയാണ്. ഡൽഹിയിലെല്ലാം ഇതില്ല. അവിടെ 100 രൂപയാണ്, ഇതിൽ 60 രൂപയുള്ളൂ. കേരളം പോലെ തന്നെ മറ്റൊരു മനോഹര സംസ്ഥാനമാണിത്. അവരുടെ ഭാഷ ഹിന്ദി ആണെങ്കിലും അല്പം ചേഞ്ചുണ്ട്. ഹിന്ദി ഭാഷയിൽ നിന്ന് അല്പം വ്യത്യാസം. അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. വണ്ടികൾ കിടക്കുന്നത് കാണിച്ച് और 60 100 है. हाँ 100 100 है. मैं तुम पेटीएम से കണ്ടാൽ ഇങ്ങോട്ടാണ് കണ്ടാലൊരു ചെറിയ ഷെഡ് വെച്ചിട്ടൊക്കെ തോന്നും. ഇതിൻ്റെ മുതലാളിയുടെ കാറാണ് കിടക്കുന്നത്. ആ കിടക്കുന്ന ഐറ്റം കണ്ടു. 2-3 ചാക്ക് ഉരുളക്കിഴങ്ങ്. 1 മണിക്കൂറിൽ മിനിമം 50 പേര് ഭക്ഷണം കഴിക്കുന്ന മതിയായ ഒരു ഹോട്ടലാണ്. ഏറ്റവും ചുരുങ്ങിയ വില ഒരു പ്ലേറ്റ് വെജിറ്റബിൾ മിക്സർ കറിക്ക് പോലും 150 രൂപയാണ്. ഞങ്ങൾക്ക് 600 രൂപയായി. പക്ഷെ അത്ര സ്വാദിഷ്ടവും അത്ര വളരെ കൂടുതൽ ഭക്ഷണമായിരുന്നു. വലിയ റൊട്ടിയായിരുന്നു. 20 രൂപ. അത് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഒന്ന് വേറെ തന്നെ. നമ്മളും അവരിൽ ഒരാളായി മാറി. ഇങ്ങോട്ട് വരും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പാനിപ്പട്ട് യുദ്ധത്തിൻ്റെ ഫലങ്ങളും പരിണത ഫലങ്ങളും വിവരിക്കുക എന്ന് പറഞ്ഞ് നമുക്ക് എസ്സേ ഒക്കെ വന്നിട്ടുണ്ട്. അത് പഠിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം കിട്ടിയില്ലെങ്കിലും ആ പാനിപ്പട്ടാണ് ഞാൻ കാണുന്നത്. ആ പാനിപ്പട്ടിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. നമ്മുടെ വാഹനം അടുത്ത 15 മിനിറ്റിൽ സഞ്ചരിക്കുന്നത് ഈ പാനിപ്പട്ട് എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് കയറാൻ പോകുന്നത്.
ഇടത്തേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ ഈ പോകുന്ന റോഡിൻ്റെ അപ്പുറത്തേക്ക് കടക്കും. അപ്പുറം കടന്ന് നമ്മൾ നേരെ പോവുകയാണ്. നമ്മൾ ഹരിയാനയുടെ അകത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ അദ്ദേഹം ഒരു ജ്യൂസ് കുടിക്കട്ടെ എന്നാണ് പറയുന്നത്. ഓ ശ്യാം ഹേ വയറ് നിറഞ്ഞു. അദ്ദേഹത്തിന് ജ്യൂസ് നമുക്ക് തന്നുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ കുറച്ച് നേരമായി ഇവിടെ വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. മനോഹരമായ ഒരു സിറ്റിയുടെ കുഞ്ഞ് സിറ്റിയാണ്. ആ സിറ്റിയുടെ പ്രദേശങ്ങൾ നോക്കും. ഇത് ഈ റോഡിൻ്റെ വീതി നമ്മളതിൽ പോകുമ്പോൾ ഈ റോഡ് ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് 2 വരിപ്പാതയാണ്, അത് 4 വരിപ്പാതയാണ്, അപ്പുറം 4 വരിപ്പാതയാണ്, അതിൻ്റെ അപ്പുറം 2 വരിപ്പാതയാണ്. അപ്പോൾ 12 വരി പാതയാണ് ഈ പോയിരിക്കുന്നത്. അതിൻ്റെ അടുത്താണ് നമ്മളുടെ യാത്ര. ആ കാണുന്ന റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കണ്ടു. നമ്മളിനി ഇതിലെ പോയി ആ ഹൈവേയിലേക്ക് കയറും. പാലത്തിൻ്റെ അവിടെ പോയി കയറും. അതിൻ്റെ വീഡിയോയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സാജൻ പൈനാപ്പിളിൻ്റെ ഹരിയാന പര്യടനത്തിലേക്ക് സ്വാഗതം. പഞ്ചാബ്, ഹിമാചൽ, ഹരിയാന, ദബയിൽ നിന്ന് നമ്മൾ വൈകിട്ട് 6:25 വീണ്ടും നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. ഹരിയാനയുടെ ഉള്ളിലേക്കാണ് നമ്മളുടെ യാത്ര. അമ്മായി നമ്മളോട് ടേൺ ലെഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ വാഹനങ്ങൾ കടന്നു പോയതിനു ശേഷമേ ക്രോസ് ചെയ്യാവുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ആ പാലത്തിലേക്കാണ്, ആ ഫ്ലൈ ഓവറിലേക്കാണ്, ഈ കൊച്ചു 2 വരി പാതയിൽ നിന്ന് നമ്മൾ 4 വരി പാതയിലേക്ക് കടക്കുകയാണ്. ആ 4 വരി പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇത് 12 വരി പാതയിലൂടെ നമ്മൾ പോകുന്നത്. നമ്മൾക്ക് ഇങ്ങോട്ട് കടക്കാനുള്ള ആ പാത ഇവിടെ അടച്ചിരിക്കുകയാണ്. വലിയ ദബ്ബയാണ്. നൗ ഓപ്പൺ റേസം ദബ്ബ. നമുക്ക് ഇതിലെ കയറാമെന്ന് കരുതി ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ താഴെയിലൂടെ നേരെ അങ്ങോട്ട് കയറാമോ എന്ന് പരീക്ഷിക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള രാത്രികാല കാഴ്ചയാണ് ഇത്. കണ്ടില്ലേ, ഇതൊക്കെ ദബ്ബകളാണ്, ഹോട്ടലുകളാണ്. പഴയ കാലത്തെ രാജാക്കന്മാരുടെ കാലത്തെ ഹോട്ടലുകൾ പോലത്തെ ഹോട്ടലാണ് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും പണമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന. ഞാൻ ആ പാടെ പണ്ട് വന്നതല്ലാതെ എനിക്ക് ഹരിയാനയെ കുറിച്ച് അത്ര ഗ്രാഹ്യമില്ല. പരിസരത്തോടെ വന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് അറിയാം. ഈ 4 പാത കീപ്പോട്ടല്ലേ വേണേ? നമ്മളെ കയ്യിലെ കൊണ്ട് താഴേക്ക് മേപ്പോട്ടോ. ഇത് എന്താണ് ഇവിടെ തന്നെ? നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ ടോൾ ബൂത്തിൽ കയറാതെ നമ്മൾ കടന്ന് അപ്പുറത്തോടെ പോകും. ടോൾ ബൂത്ത് ഫുൾ വണ്ടികളാണ് കേട്ടോ. ഹരിയാന കാഴ്ചകളാണ്. ഹരിയാനയിലെ ഒരു സായം സന്ധ്യയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഒരു ടോൾ പ്ലാസയുടെ അടുത്ത് തന്നെ മറ്റൊരു ടോൾ പ്ലാസയുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെ ആളുകളെയും താങ്ങാനുള്ള ശക്തി ആ ടോൾ പ്ലാസയ്ക്ക് ഇല്ല. അതുകൊണ്ടാണ് നമ്മളെ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അതേ രീതിയിലൊക്കെ പോകേണ്ടതുണ്ട്. പോലീസ് ഓരോ വാഹനവും ചെക്ക് ചെയ്യുകയാണ്. ഒരു നാടോടി സ്ത്രീയാണ് റോഡ് സൈഡിൽ നിൽക്കുന്നത്, ടോൾ പ്ലാസയിൽ നിൽക്കുന്നത്. അത് നാടോടി സ്ത്രീയാണോ ട്രാൻസ്ജെൻഡർ പാവമാണോ എന്ന് സംശയമുണ്ട്. വണ്ടി കെട്ടിടിക്കുന്ന ലെവലിലാണ്
വണ്ടി കെട്ടി ഇടിക്കുന്ന ലെവലിലാണ്. നമ്മളെ വഴക്ക് പറയുകയാണ്, ശല്യപ്പെടുത്താൻ വരികയാണ്. നമ്മൾ ചില്ല് തുറക്കരുത്. തുറന്നു കഴിഞ്ഞാൽ അവർ എന്തും ചെയ്യാൻ മടിക്കില്ല. അവർ അടുത്തേക്ക് ഓടി വരുന്നതിന് മുമ്പ് മാറി എന്നില്ലെങ്കിൽ വണ്ടി കെട്ടിട്ട് ഒന്ന് ഇടിച്ചിട്ട് പോയി. അവർ എന്താ പറയുകയും ചെയ്തു. ടോൾ പ്ലാസയുടെ അങ്ങേയറ്റത്ത് സൂര്യൻ അസ്തമിക്കുന്നു. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 43 മിനിറ്റായി എന്ന് നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഗോതമ്പ് പാടം, വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് പാടത്തിന്റെ അങ്ങേയറ്റത്ത് സൂര്യൻ അസ്തമിക്കുന്ന മനോഹരമായ കാഴ്ച. കടല് പോലെ തോന്നുന്നു അത്, അല്ലേ? മുമ്പിലേക്ക് നോക്കൂ. കഴിഞ്ഞ ദിവസത്തെ പോലെ, UP-യിലെ രാത്രി പോലെ, ഉത്തർപ്രദേശിലെ രാത്രി പോലെ, ഹരിയാനയിലെ സന്ധ്യയും നിങ്ങളെ ഞങ്ങൾ കാണിക്കുകയാണ്. വീഡിയോ ഇനി അല്പം മങ്ങലുണ്ടാകും, കാരണം ഇരുട്ടാവാൻ സമയമായി. 5-10 മിനിറ്റിൽ കൂടുതൽ ഈ വീഡിയോ തുടരില്ല. വലിയൊരു കെട്ടിടവും വിളക്കും കാണിക്കുന്നുണ്ട്. വഴികളുടെ കാര്യത്തിൽ there is no compromise about it. 12 വരിയാണ് സുഹൃത്തുക്കളെ ഈ വഴി. അങ്ങേയറ്റത്ത് രണ്ടും, അപ്പറേ ഇപ്പറേ. റോഡുകൾ. അങ്ങനൊരു മന്ദിരം കാണുന്നുണ്ട്. ഏതോ ഗുരുനാനാക്കിന്റെ ഒരു കെട്ടിടമാണ്, ഒരു അമ്പലമാണ് കാണുന്നത്. അതൊരു ക്ഷേത്രമാണ്. നമ്മുടെ ഷിർദി സായി ബാബയും, മഹാരാഷ്ട്രയിലെ ഷിർദി സായി ബാബയും, ആന്ധ്രാപ്രദേശിലെ സത്യസായി ബാബയെ പോലെ ഇവിടെയും അങ്ങനെ ഒരു ദൈവം ഉണ്ടാകാം. നമ്മുടെ വണ്ടി ഹരിയാനയിലെ 4 വരി പാതയിലൂടെ നമ്മുടെ വണ്ടി കടന്നു പോവുകയാണ്. അപ്പുറത്ത് 4 വരിയാണ്, ഇപ്പുറത്ത് 4 വരിയാണ്. 8 വരി പാതയാണ് ഇരുവശങ്ങളിലുള്ളത്. പാനിപ്പട്ട് യുദ്ധത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അമൃത്സറിലേക്ക് ഒരു ബോർഡ് കാണുന്നുണ്ട്. അമൃത്സർ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ ഒരു പട്ടണമാണ് അമൃത്സർ. ഇപ്പോൾ പാനിപ്പട്ട് യുദ്ധകാലത്ത് നടന്ന ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, ഫലങ്ങൾ, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി എക്സാമിനേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ എക്സാമിനേഷനൊക്കെ എഴുതി ജയിച്ചാലും തോറ്റാലും പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രയോജനമൊന്നുമില്ല എന്നുകൊണ്ട് എന്താണ് ഈ പാനിപ്പെട്ടെന്ന് അറിയാൻ കൂടിയാണ് നമ്മളിങ്ങ് വന്നിരിക്കുന്നത്. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അത് അറിയാൻ പോലുമുള്ള ശക്തി നമുക്കില്ല ഭഗവാന്. ജീവിതത്തിൻ്റെ നല്ല കാലം അങ്ങനെ പഠിച്ച് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങൾ, 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ വിവരിക്കുക എന്ന് പറഞ്ഞ എസ്സേ എഴുതി. ജീവിതത്തിൻ്റെ മുഗൾ ചക്രവർത്തിമാരുടെ ഭരണപരിഷ്കാരങ്ങൾ, ഷേർഷയുടെ പടയോട്ടകാലം, അങ്ങനെ എന്തെല്ലാം നമ്മൾ പഠിച്ചു. ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ജോലിക്ക് നമുക്കത് പ്രയോജനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. വിദ്യാഭ്യാസത്തിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി കയറി വരുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു പ്രതീക്ഷയുമില്ലാത്ത, ഒരു രക്ഷയുമില്ലാത്ത ഇതുപോലുള്ള ക്വസ്റ്റ്യനാണ് നമ്മുടെ സംസ്ഥാനത്തെ. വലുതാവുമ്പോഴും ചെറുതാവുമ്പോഴൊന്നും നമുക്കതിൻ്റെ ആവശ്യമില്ല, ഒരാവശ്യവുമില്ല. സതി നിർത്തലാക്കിയത് രാജാറാം മോഹൻ റായി ആണെന്നോ അങ്ങനെയാണ്ടൊക്കെ പറയാനുണ്ടല്ലോ, അല്ലേ? നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങളൊന്നുമില്ല. പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം. അല്ലാണ്ട് ഒരു കണക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ട്. ബാങ്കിലായാലും അതുപോലെ CA-കാരായാലും കണക്കിനെ കുറിച്ച് നമുക്ക് ഗുണമുണ്ട്. ഹിന്ദി നമുക്ക് ഗുണമുള്ളതാണ്, ഇംഗ്ലീഷ് നമുക്ക് ഗുണമുള്ളതാണ്. ഒരു പരിധി വരെ സയൻസ് നമുക്ക്, കാരണം BSc, MSc, MBBS ഇതിലൊക്കെ സയൻസ്. പക്ഷെ ഇതൊക്കെ എന്തിനാണെന്നാണ് ഒരു പിടിയില്ലാത്തത്. മലയാളത്തിലെ തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ചും കുമാരനാശാനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? അങ്ങനെ എന്തോരം അനാവശ്യമായിട്ട് പിള്ളേരെ പഠിപ്പിച്ചു, എന്തോരം പാഠപുസ്തകങ്ങൾ. ഇന്നിപ്പോൾ തോക്കണ പിള്ളേർ വരെ ജയിക്കുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അന്നൊക്കെ 210 മാർക്ക് മേടിക്കാൻ പറഞ്ഞ പാടെന്നറിയാവോ? ഇന്നിപ്പോൾ 210 പോയിട്ട് 10 കിട്ടി 210 ജയിക്കും. 100% വിജയം പറ്റും. എവിടെ എന്ത് പറഞ്ഞാലും അവസാനം വിമർശിക്കപ്പെടുന്നത് നമ്മുടെ ഭരണപരിഷ്കാരങ്ങളായിരിക്കും. ഇത്രയും മനോഹരമായ ഒരു 8 വരി പാത, നിങ്ങളെ ഈ വണ്ടി ഞങ്ങൾ എടുത്തിട്ട് ഇത്ര ഉച്ചയ്ക്ക് 11 മണിക്ക് ഓൺ ചെയ്ത ഈ ക്യാമറ ഈ നിമിഷം വരെ നോർത്ത് ഇന്ത്യയിലൂടെ കടന്നു പോവുകയാണ്. എൻ്റെ ഏതെങ്കിലും ഒരു വ്യൂവറിന് സംശയമുണ്ടോ ഇത് ഞങ്ങൾ ഇവിടെ കയറിയെടുക്കുന്നതാണെന്ന്? അല്ല, ഇത് ഹരിയാനയിൽ നിന്ന് എങ്ങോട്ടോ പോകുന്നൊരു വഴിയാണ്. ഞങ്ങൾ പോലും ഈ വഴിക്ക് വന്നിട്ടില്ല.
അങ്ങകലെ എഴുതിയേക്കണത് എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പാനപ്പെട്ടെന്നുള്ള ബോർഡ് കണ്ടപ്പോൾ ഒരു തമാശ പറഞ്ഞു, ഇവിടെ ഒരു അമ്പലം, ഒരു കറുത്ത അമ്പലം. ഇങ്ങോട്ട് കയറുമ്പോൾ അമ്പലങ്ങൾക്ക് കറുപ്പാവുകയാണ്. യു പിയിലൊക്കെ കാവ്യായിരുന്നു, ഇവിടെ കറുപ്പാവുകയാണ്. ഇതേ സ്ഥലം പാനിപ്പെട്ട് സമൽഖ, 2 സ്ഥലങ്ങളുടെ പേരാണ് കാണിക്കുന്നത്. എന്തായാലും ഹരിയാനയുടെ സിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഹരിയാനയിലെ വലിയൊരു പട്ടണത്തിലേക്കൊന്നും അല്ല. നമ്മൾ ഹരിയാനയിൽ കയറിയിട്ട് 50 കിലോമീറ്ററേ ആയുള്ളൂ. വളരെ സുന്ദരമായ സിറ്റിയാണ്. വളരെ വളരെ ഇവിടെ ഭരിക്കുന്നത് ആരേട്ടാ? ഇവിടെ ഭരിക്കുന്നത് BJP അല്ലേ? ഹരിയാനയിലെ ഏതോ ഒരു ഷട്ടാറോ അങ്ങനെയല്ലേ, ജഗദീഷ് ഷട്ടാറോ അങ്ങനെ അങ്ങോട്ട് ഒരാളെന്ന് തോന്നുന്നു. എന്തായാലും ഭയങ്കര വികസനമാണ് ഇവിടെ, ഭയങ്കര വികസനം. എന്നുവെച്ചാൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഈ വീഡിയോയുടെ കൂടെ വരുന്ന, ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു മാറ്റമില്ല. നിങ്ങളും ഈ വഴി ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നു, നിങ്ങളുടെ ഒപ്പം ഞങ്ങളും ഇത് ഇപ്പോൾ കാണുന്നു. ഞങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളെ കാണിക്കുന്നു എന്നല്ലാതെ നിങ്ങൾക്കും ഞങ്ങൾക്കും ഈ വഴിയെക്കുറിച്ചൊന്നും യാതൊരു പരിചയവുമില്ല. പക്ഷേ ഈശ്വര സത്യം, ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഈ യാത്രയിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മലനിരകളിലൂടെയുള്ള വഴികൾ പോലും 8 വരിയും 10 വരിയുമാണ്. അങ്ങോട്ട് നോക്കൂ, ഹരിയാനയുടെ മറ്റൊരു കാഴ്ച. വളരെ വിരളമായിട്ടാണ് ചാനലുകാർ പോലും ഹരിയാന കാണിക്കാറുള്ളൂ. അതിൻ്റെ കാരണം കേരളത്തിൽ നിന്ന് ഏകദേശം 3000 കിലോമീറ്റർ അകലെയാണ് ഈ ഹരിയാന എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനം. പഞ്ചാബ്, ഹരിയാന, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഇതെല്ലാം ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളാണ്, അതിർത്തി സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ ദൂരങ്ങളുണ്ടാവും. ഞങ്ങളിപ്പോൾ ഈ 3000 കിലോമീറ്ററിലേക്ക് അടുക്കുന്ന ഞങ്ങൾക്ക് ചെറിയൊരു ഭയമുണ്ട്. ഇത്രയും ദൂരം ഒരു പുരാതന ക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കുന്ന അമ്പലങ്ങൾ മാത്രം. ജൈനരുടെ ഒരു ക്ഷേത്രമാണ്, അതൊന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ജൈനരുടെ, ബുദ്ധമതം, ജൈനമതം, അങ്ങനെ കുറേ മതങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ്. എന്തായാലും ഇത്രയൊക്കെ പറയാനേ നമുക്ക് അറിയാവുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞു, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങളും ഈ വഴിക്ക് ഇതുവരെ വന്നിട്ടില്ല. ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. എന്തായാലും ബുദ്ധ നല്ല വിലയുണ്ട് ഇവിടെ. ഹരിയാനയിലെ കർഷകരുടെ നാടാണ്. ബിസിനസ്സിൻ്റെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളുടെ ഒരു, എന്തിന് നമ്മുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വധേരയുടെ ജന്മസ്ഥലവും ഇവിടെയാണ്. അതുപോലെ തന്നെ കപിൽ ദേവ് എന്ന ഇതിഹാസത്തെ സംഭാവന ചെയ്ത സംസ്ഥാനവും ഇവിടെയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, ഒരു 10-25 വർഷം മുമ്പ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ചേട്ടനും അനിയനും ഒക്കെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഓർക്കണുണ്ടോ? ദേവിലാല്, അതുപോലെ തന്നെ ദേവിലാൽ എന്ന് കേട്ടിട്ടുണ്ടോ? ദേവിലാൽ മുൻ ഹരിയാന മുഖ്യമന്ത്രിയായിട്ട് വർഷങ്ങളോളം ഇരുന്ന ദേവിലാൽ. ഓം പ്രകാശ് ചൗത്താല ഈ ദേവിലാലിൻ്റെ മോനല്ലേ? ദേവിലാലിൻ്റെ മകൻ ഭരിച്ചു കുറേ നാൾ. പിന്നീട് ദേവിലാലും BJPയും തമ്മിലുള്ള അലയൻസിൽ വന്ന ഒരു ചെറിയ തർക്കവും അയോധ്യയിലെ പള്ളി പൊളിക്കുന്ന ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും, പിന്നീട് വന്ന BP സിംഗിൻ്റെ കാലത്തെ ഭരണവും, ദേവിലാലിൻ്റെ പാർട്ടിയായ ജനാദളിനെ ഒരു സ്വാമി പോകുന്നത് കണ്ടിട്ടാട്ടെ അടുത്ത കാര്യം. ഒരു മുണ്ടും തലേക്കെട്ടും ചെയ്ത് അദ്ദേഹം അങ്ങനെ പോവുകയാണ്. ഒന്നെങ്കിൽ അദ്ദേഹം പോകുന്നത് വാരണാസിയിലേക്കായിരിക്കും. രണ്ട് സൈഡും സഞ്ചിയൊക്കെ നിറച്ച് അങ്ങ് പോവുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, ജനതാദളിൻ്റെ കൂടെ നിന്ന BJPയും CPM ആയിരുന്നു അന്ന്. BJP, CPM, ജനതാദളായിരുന്നു VP സിംഗ് മന്ത്രിസഭയിലെ അന്നത്തെ കാലത്ത് സപ്പോർട്ട് ചെയ്തവർ. അന്ന് BJPയുടെ കൂടെയായിരുന്നു CPMഉം ജനതാദളും. ഇന്നിപ്പോൾ പല വർത്തമാനം പറയുന്നുണ്ട്, എങ്കിലും അതൊക്കെ തെറ്റാണ്. VP സിംഗ് മന്ത്രിസഭയിൽ അയോധ്യയിലെ രാമക്ഷേത്രം തകർച്ചയ്ക്ക് ശേഷം ദേവിലാലുമായിട്ടുള്ള പ്രശ്നങ്ങളും തുടങ്ങി. അതുപോലെ തന്നെ CPMമായിട്ടുള്ള ബന്ധങ്ങളെന്ന് അകന്നു. അങ്ങനെ BJP ഒറ്റയ്ക്ക് ആയ അവസരത്തിൽ മകൻ ഓം പ്രകാശ് ചൗത്താലയുടെ കൂടെ ഹരിയാന മുഖ്യമന്ത്രിയായി കുറെ പിന്തുണ കൊടുത്തും അങ്ങനെയൊക്കെയാണ് BJP ഇവിടെ പച്ചപിടിച്ച് വന്നത്. ഇന്ന് അവരെയെല്ലാം അപ്രത്യക്ഷരാക്കി ഹരിയാനയുടെ ഉടമസ്ഥാവകാശം, ഭരണം 10 വർഷമായിട്ട് ആ സ്വാമി ഭയങ്കര ഓണടിച്ച് പോകട്ടോ. ഇത്ര സ്പീഡിൽ പോണതിനെ പോലും ദൈവമേ, ഇച്ചിരി പയ്യെ പോയവരെ വിളിക്കുക.
നല്ല നീക്കാം. അങ്ങനെ ഭരണം എന്തായാലും 10 വർഷമായിട്ട് ഇവിടെ BJP ആണ് ഭരിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിക്കാലത്ത് വന്നതുകൊണ്ട് 10 കൊല്ലം മുമ്പുള്ള ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ കാണുന്നത് ഫ്ലൈ ഓവറും 10 വരി പാതയും ഇതുപോലത്തെ റോഡുകളുമാണ്. എന്തായാലും ഏറ്റവും ഹൈടെക് സംസ്ഥാനമാണ് നമ്മൾ. എന്തായാലും ഇപ്പോൾ എൻ്റെ കാണികളോട്, എൻ്റെ വ്യൂവേഴ്സിനോട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ കാര്യം എന്ത് വെച്ചാൽ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ കടക്കുമ്പോൾ സന്ധ്യയാവുകയാണ്. അത് ഞങ്ങൾക്ക് ഒത്തിരി നിരാശ നൽകുന്നുണ്ട്. എന്തായാലും ഞങ്ങളതുകൊണ്ട് ഇന്നിപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം ചെയ്യുന്നത് എന്താണ്, ഇരുട്ടായാലും അപ്പോൾ തന്നെ ലോഡ്ജ് എടുക്കുകയാണ്. കാരണം ഞങ്ങളുടെ വണ്ടി രാത്രി ഇപ്പോൾ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ ഓടിച്ചാൽ അത്രയും കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന് കരുതി തൊട്ടടുത്ത് കാണുന്ന ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് കിടന്നിട്ട് രാവിലെ ഇവിടുന്ന് തന്നെ നിങ്ങളെ ഹരിയാന മൊത്തം കാണിക്കാനാണ് നാളെ ഞങ്ങൾ ആലോചിക്കുന്നത്. എന്തായാലും ഒരു 2-3 വീഡിയോ ഹരിയാനയെക്കുറിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നതാണ്. സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് ഇതിൽ നിന്ന് വിട പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ അവസാനിച്ചു എന്നർത്ഥം. പക്ഷെ വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കാം നമുക്ക്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇങ്ങനെ തുടരും. സഡനായിട്ട് നമ്മൾ വീഡിയോ ഇരുട്ടത്തേക്ക് അലിഞ്ഞ് നമ്മുടെ വീഡിയോ തീർന്നും പോകും. എന്തായാലും പോകാവുന്നിടത്തോളം ഒരു 5 മിനിറ്റോടെ ഒന്ന് പോയി നോക്കാം, വല്ല കാഴ്ച ഇനി വരാൻ കാണാനുണ്ടോന്ന്. മന്നത്ത് ചോളവയലുകൾ രാത്രിയിൽ കുളിച്ചു നിൽക്കുന്ന ഹരിയാനയിലെ ചോളവയലുകൾ. അങ്ങനെ നമ്മുടെ നാട്ടിലെ തെങ്ങ് കണ്ടു കേട്ടോ. അങ്ങനെ തെങ്ങ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഇവിടെ തെങ്ങ് വെച്ചാൽ വണ്ണം ഉണ്ട് കേട്ടോ, ഇച്ചിരി വണ്ണമുണ്ട്. ചോളവയലുകളും തെങ്ങുകളും 8 വരി പാതയും നിറഞ്ഞ ഇതിലെ പോകുമ്പോഴുള്ള ആ ഒരു കുളിർമ ഒന്ന് വേറെ തന്നെയാണ് എൻ്റെ സുഹൃത്തുക്കളെ. നിങ്ങളും വന്നം കർണാൽ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഇവിടുന്ന് 50 കിലോമീറ്ററാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എവിടെയെന്ന് അറിയില്ല. ചില്ല് തുറന്ന് പുറത്തേക്കൊന്ന് തുപ്പാൻ നോക്കിയപ്പോൾ ഭയങ്കര ശബ്ദം. കൃഷ്ണ ദബ്ബ എന്ന് കാണുന്നുണ്ട്. ഞാൻ എൻ്റെ വണ്ടിയുടെ ലൈറ്റ് ഇട്ടു, അതാണ് ആ പച്ച ബോർഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്തത്. എത്ര നേരമായി സുഹൃത്തുക്കളെ ഈ വീഡിയോ തുടങ്ങിയിട്ട്? 15 മിനിറ്റായില്ലേ? നിങ്ങളും ഞങ്ങളും 22 മിനിറ്റായെന്ന് നമ്മുടെ പയ്യൻ പറയുന്നു. 22 മിനിറ്റായ വീഡിയോ. ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്, പകച്ചു പോവുകയാണ്. ഒരു സാധാരണ റോഡ് പോലും 4 വരി 8 വരിയും. ഇന്ത്യയുടെ വികസനം എന്താണ് ഇങ്ങനെ ഉണ്ടായതെന്ന് ഇപ്പോൾ മനസ്സിലായി. ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ട്രക്കുകളൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ. ഇതൊരു സാധാരണ റോഡാണ്, വലിയ സിറ്റിയൊന്നുമല്ല. പാടശേഖരങ്ങളൊക്കെ ഉള്ള സാധാരണ ഒരു സിറ്റിയിലൂടെയാണ്, ഒരു ചെറിയ ഗ്രാമത്തിലൂടെ എന്ന് പറയാം ഈ റോഡ് കടന്നു പോകുന്നു. നോക്ക് ആ ബോർഡിൽ എന്താന്ന് നോക്കിയേ, പാനിപ്പെട്ട്. നമുക്ക് പോകേണ്ടതൊന്നുമല്ല, ഷാംലി. നമുക്ക് മനസ്സിലാവാത്ത കുറേ സ്ഥലങ്ങളാട്ടോ ഇവിടെ. നമുക്ക് അത്ര പരിചയമില്ല. പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി പരിചയം ഉണ്ടാക്കിക്കൊണ്ട് വീണ്ടും അതിൽ പോവുക എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ ഫേസ്ബുക്കിലെ സബ്സ്ക്രൈബേഴ്സിന് അത് ശരിക്കും അറിയാവുന്നതാണ്. യൂട്യൂബിൽ ഞാൻ പുതിയതായതുകൊണ്ട് യൂട്യൂബ് 70 മൈൽ സ്റ്റോൺ ദബ്ബ. എന്താ ഈ പറയണ? ഇന്റർനാഷണൽ ഹോട്ടലിൽ പോലെയാണ് അവിടെയൊക്കെ ഒരു ദബ്ബയുടെ മുമ്പിൽ അലങ്കരിച്ചേക്കണേ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹോട്ടൽ വിലയ്ക്ക് മേടിക്കാനുള്ള പൈസ വേണം ഈ ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ, അല്ലേ? ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു ലൈറ്റ് അറേഞ്ച് ചെയ്യാം അവിടെ. അല്ലാതെ ഇത്രയും ലൈറ്റ് അറേഞ്ച് കാശിന് ഒരു ഹോട്ടൽ തുടങ്ങാം. ഇത് നോക്ക് സുഹൃത്തുക്കളെ, ദബ്ബ കിടക്കുന്നു. പമ്പൊക്കെ ചുമ്മാ ഹൈലി. അദാനിയുടെ ഗ്യാസിന്റെ വലിയൊരു വണ്ടി അവിടെ കിടപ്പുണ്ട്. CNG കറക്റ്റ്. വീണ്ടും 8 വരി പാത തുടരുകയാണ്. സന്ധ്യയുടെ അഗാധ നീലിമയിലേക്ക്, യാമങ്ങളിലേക്ക് സാഹിത്യം വരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ, നാക്കുളുക്കിയിട്ടായില്ല. എന്തായാലും
ഇത് കാണണം ഇങ്ങനെ ഈ സമയത്ത് പോകാൻ. പക്ഷെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഡൽഹിയിൽ, ആഗ്രയിൽ, ഹരിയാനയിൽ രാത്രിയിൽ തണുപ്പായിരുന്നു മക്കളെ, തണുപ്പായിരുന്നു. വൈൻ ബിയർ പാർലർ അവിടെ കാണുന്നുണ്ട്. എന്തായാലും മേടിക്കാനല്ല എങ്കിലും അവിടെ പോയി ഒരു കുപ്പി ടിൻ ബിയർ കഴിക്കണം. രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങണം. നമുക്ക് അതിൻ്റെ പുറത്ത് പോയിട്ട് ആ ടിൻ ബിയർ, ഇതെന്തെല്ലാം എഴുതിയേക്കണം, വൈൻ, വിസ്കി, സ്കോച്ച്, ബിയർ ഷോപ്പ് കണ്ടോ, മുറുക്കാങ്ങട പോലെ കേട്ടോ. കുടിക്കട്ടെ എന്ന് ആൾക്കാരെന്നാണ് പറഞ്ഞത് കേട്ടോ. തോമസ് ഐസക് പറഞ്ഞൊക്കെ കുടിക്കട്ടെ. എന്തായാലും ഞങ്ങളൊന്ന് അകത്ത് കയറുകയാണ്. രൂപയുടെ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു മദ്യമാണ്. 800 രൂപയാണ് ഇതിന് വില. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ആണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.